ഹലോ ഫാമിലി. ഞാനേ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനൊരു സംഭവം വരുന്നത്. ഇപ്പം ഈ തമ്മിലിൽ കണ്ടവരെ ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിളിച്ച് യൂട്യൂബിൽ ഞാൻ സെർച്ചൊന്നും ചെയ്ത് നോക്കിയില്ല, ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ മകൾ വലുതാവുമല്ലോ, അവൾ വലുത് ഇപ്പോഴെന്ന് വെച്ചാൽ അറിയാലാടാ, ഈ കൊറോണ വാക്സിനും അതും ഇതൊക്കെ എടുത്തവരൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിപ്പോവുക. പിന്നെ ഒടുക്കത്തപ്പരാക്കും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് എങ്ങാനും ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. അമ്മ ഇങ്ങനെയായിരുന്നു, അമ്മ നല്ല തൻ്റെടിയായിരുന്നു, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വീട്ടിൽ കയറി അങ്ങനെ തൻ്റെ ഇടത്തോടെ എൻ്റെ മകളും മകനും ഒക്കെ വളരട്ടെ എന്നൊരാഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ മകൾക്കും അവൾക്ക് ഇതുപോലെ തന്നെ പീരീഡ്സ് ആവും, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുണ്ടാവും, ചിലപ്പോൾ അമ്മമാരോട് പോലും ഷെയർ ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് സാനിറ്ററി പാഡൊക്കെ മേടിച്ച് വെക്കുന്നവരുണ്ടാവും. കറക്റ്റ് പ്രോപ്പറായിട്ടാണോ വെക്കുന്നത്, പ്രോപ്പറായിട്ടാണോ അത് വേസ്റ്റ് കളയുന്നതെന്നൊന്നും അറിയാത്തവരുണ്ടാകാം. അപ്പോൾ എൻ്റെ മക്കളെ പോലെ കണ്ടിട്ട് അതുപോലെ തന്നെ ചില തള്ളമാർക്കും അറിയത്തില്ല. പണ്ടൊക്കെ എനിക്കും അറിയില്ലായിരുന്നു ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതും എങ്ങനെയാണ്. കുറച്ച് ടിപ്സുകളുണ്ട് എനിക്കറിയാവുന്നത്, ഞാൻ പറഞ്ഞുതരാം, കുറേ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരും ലിവിങ് ടുഗദർ ഉള്ളവരും പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു ഇതിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ട്നേഴ്സ് തന്നെ പറയാം. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയുന്നത്, സിസേറിയൻ കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് അറിയാലോ, ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്നത് എപ്പോഴും ഭർത്താവോ അല്ലെങ്കിൽ പാർട്ട്ണറായിരിക്കും നമുക്ക് കംഫർട്ട്. അപ്പോൾ അവർക്ക് ഈ സാനിറ്ററി പാഡ് മാറ്റാനോ പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കാൻ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഈ വീഡിയോ. അറിയുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ സാനിറ്ററി പാഡ് വേസ്റ്റിൽ കളയുന്നത് എങ്ങനെയെന്നുണ്ട്, കത്തിച്ച് കളയുന്നത് മറ്റുള്ള കാര്യങ്ങളല്ല, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇത് കളയുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. പുരുഷന്മാർ സ്കിപ്പ് ചെയ്യാതെ കാണണം. അല്ലാതെ കെട്ടിപ്പിടിച്ചുറങ്ങാനോ ഉമ്മ കൊടുക്കാനോ മാത്രമല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്, അവൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയിൽ അവളുടെ കൂടെ നിൽക്കുന്ന പുരുഷനെ അവൾ മരണം വരെ അവൾ തഴയത്തില്ല. അതൊരു പോയിൻ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാൻറ്റീസ്. ഈ പാൻറ്റീസ് കാണുമ്പോൾ ചേട്ടന്മാരെ എൻ്റെ സൈസൊക്കെ ചോദിക്കേണ്ട, എൻ്റെ സൈസ് XL ആണ്, ഒരു പുതിയ പാൻറ്റിയാണ്. അപ്പോൾ ചേച്ചി ഉപയോഗിച്ച പാൻറ്റ് എഴുതി തരുമോ? എല്ലാത്തിനുള്ള മറുപടിയാണ്. ഉപയോഗിച്ച പാൻറ്റ് വേണോ, ഉപയോഗിച്ച പാഡ് വേണോ, മോൻ്റെ അഡ്രസ്സ് അയച്ചാൽ ചേച്ചി പാക്ക് ചെയ്ത് അയച്ചുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു പാൻറ്റി വേണം ഈ പീരീഡ്സിൻ്റെ സമയത്ത്. ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി കംഫർട്ടായിട്ട്, ഒരുപാട് ഓവർ ഫിറ്റിലല്ല, ഇച്ചിരി ലൂസ് ടൈപ്പ് പാൻറ്റീസൊക്കെ ഇടണവരാണെങ്കിൽ ഒരു തൊട്ട് താഴെ സൈസുള്ളൊരു പാൻറ്റി എന്ന് പറഞ്ഞാൽ ഷഡ്ഡി അണ്ടർവെയർ മേടിച്ച് വെക്കണം. കാരണം എപ്പോഴും നല്ല ഫിറ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ലീക്കേജ് ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സാനിറ്ററി പാഡ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്ക് ക്യാമറയിൽ ഞാനിത് കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ ഒരു പാൻറ്റിയും ഇങ്ങനത്തെ ഒരു പാഡാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ കവറിങ് ഉള്ള ഒരു പാഡ് സെപ്പറേറ്റ്, പട്ടിയുടെ കോര നിങ്ങൾ ക്ഷമിക്കട്ടോ, ഇങ്ങനെ കവറിങ് ഉള്ള ഒരു പാഡാണെങ്കിൽ, ഇങ്ങനത്തെ കവറിങ് ഉള്ള പാഡ്, അതായത് വിസ്പറിൻ്റെ ഒക്കെ ഇങ്ങനെയാണ് സെപ്പറേറ്റ് വേണം. ഇത് മേടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. പാൻറ്റീസിൻ്റെ ഫ്രണ്ട് ബാഗുമാണ് ഇങ്ങനെ ഈ ഷേപ്പിൽ, ബാക്ക് ബാഗുമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻറ്റീസിൻ്റെ ഉള്ളിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഉൾഭാഗം എടുക്കുക. കണ്ടല്ലോ, ഉൾഭാഗം. ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഇത് ബാക്ക് ഭാഗമാണ്. കണ്ടോ, വീതി കൂടിയത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്റ്റിക്കറിലാണ് വന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിക്കർ മാറ്റുക, തുറക്കുക. കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് ഈ പാഡ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കറുള്ള ഭാഗം ഇതിങ്ങനെ വലിച്ചെടുക്കുക. ഈ കവർ കൊണ്ടുപോയി കളയരുത്. ഈ കവർ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഈ പശയുള്ള ഭാഗം, അതായത് കണ്ടോ, വീതിയുള്ള ഭാഗം ബാക്കിൽ, വീതി കുറഞ്ഞ ഭാഗം ഫ്രണ്ടിൽ, അങ്ങനെ കറക്റ്റായിട്ട് നമ്മളിത് പ്ലേസ്മെൻറ്റ് ചെയ്യണം. കണ്ടല്ലോ, ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുത്താലും ചിലപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോരും. അപ്പോൾ എന്ത് ചെയ്യണം, സെൻറ്ററിൽ ഈ സ്റ്റിക്കർ മാറ്റുക, എന്നിട്ട് ഇത് കൃത്യമായിട്ട് ബാക്കിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ഇവിടെ പാൻറ്റീസിൽ കറക്റ്റായിട്ട് ഇതവിടെ ഒട്ടിയിരിക്കും. കണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇടുമ്പോൾ കറക്റ്റ് ഇടും. പിന്നെ ഇതിലൊരു ടിപ്പ് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ എനിക്ക് S സൈസ് ആയിരിക്കും ഭയങ്കര. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു സൈസ് കൂടുതലും മേടിക്കുന്നത് എപ്പോഴും നമ്മളിങ്ങനെ ഇടുമ്പോൾ, കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചൊന്ന് കറക്റ്റ് പ്ലേസിൽ നിൽക്കാതെ
കുറച്ച് നമ്മളുടെ ബാക്ക് വശത്തേക്ക് ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഇരിക്കാൻ നേരത്തും കിടക്കാൻ നേരത്തും ഒരു ലീക്കേജ് വരാതെ ഈ സൈഡിലേക്ക് ഈ വരുന്ന പീരീഡ്സിൻ്റെ ബ്ലഡ് സ്പ്രെഡ് ആവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ സാധനങ്ങൾ, അതായത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കളയുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ഇങ്ങോട്ട് വലിച്ചെടുത്ത് ഊരുക, നേരെ കൊണ്ടേ കളയുക. അപ്പോഴാണ് ഈ കവറിൻ്റെ ആവശ്യം. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്. എന്ത്, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഓക്കെ, ഈ സാധനം അവിടെ നിന്ന് വിടിയിട്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി, അവിടെ നിന്നൊക്കെ വിട്ടുപോരും. കണ്ടോ, ഇങ്ങനെ അടർത്തിയെടുക്കുക. അതിനുശേഷം അടുത്തത് നമ്മളവിടെ ഫിറ്റ് ചെയ്യണമല്ലോ, എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. ഒരറപ്പും വിചാരിക്കേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ റോൾ ചെയ്യുക. അപ്പോഴാണ് ഈ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരാവശ്യം. ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ എടുത്ത് അങ്ങ് ഒട്ടിക്കുക. കണ്ടോ, എന്നിട്ട് വേണം ഈ പബ്ലിക് സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങളിത് കളയാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2-3 പാഡിൻ്റെ വേസ്റ്റ് ആവും, എന്നാൽ പോലും കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ബ്ലീഡിങ് ഉണ്ട്, ഒരുപാട് നേരം നിൽക്കണം, അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു പാഡ് നമ്മൾ ഒട്ടിച്ചല്ലോ. ഒട്ടിച്ചിട്ട് എല്ലാവരും മേളിൽ പാഡ് ഒട്ടിക്കുന്നത്, മേളിൽ പാഡ് ഒട്ടിച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരിക്കലും അപ്പുറത്തേക്ക് കവറായിട്ട് വരത്തില്ല. ഇത് കണ്ട, ഈന്തപ്പഴത്തിൻ്റെ ഇത് ഇവിടെ വെക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് അത് ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മേളിലല്ല ഒട്ടിക്കേണ്ടത്. ദേ ഇങ്ങനെ വെച്ചിട്ട് രണ്ടാമത്തെ പാഡ്, ഓക്കെ, ഇത് ഇച്ചിരി ഫ്രണ്ടിലേക്ക്, അതായത് നമ്മളുടെ വെജൈന കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് കയറ്റി ഒട്ടിക്കുക. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കൊണ്ട് ഇത് കുറച്ച് ബാക്കിലേക്ക്, അതായത് ഇത്രയും നീട്ടം ഉണ്ടാവും. നമ്മളുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കവറിങ് പോലെ, പണ്ടൊക്കെ തുണി ഉടുക്കുന്ന പോലെ നല്ല രീതിയിൽ ഫ്രണ്ട് വശം ഫുള്ള് കവർ ചെയ്ത് ബാക്ക് വശം ഫുൾ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് സ്പ്രെഡായി ഇത്രയും ഭാഗത്തേക്ക് കുറച്ച് നേരം, കൂടുതൽ ബ്ലീഡിങ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചധികം നേരം അതങ്ങനെ ഇരിക്കാൻ നല്ലതാണ്. പിന്നെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വേസ്റ്റിൽ കളയുമ്പോൾ, ഞാൻ പണ്ടത്തെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട. നമ്മളുടെ പീരീഡ്സിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പണ്ടത്തെ കാരണന്മാരൊക്കെ, എനിക്ക് പീരീഡ്സ് ആയ സമയത്ത്, ശരിക്കും പറഞ്ഞാൽ ആയ സമയത്ത് ആരും ഇല്ലായിരുന്നു ഒരു കാര്യവും പറഞ്ഞു തരാൻ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആദ്യമൊക്കെ ഞാൻ തുണിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ തുണി 6 മണിക്ക് മുമ്പ് നല്ല വെയിലത്ത് ഉണക്കി മടക്കി കയറ്റണം. സന്ധ്യാസമയത്ത് തുണി പുറത്തിടരുത്. ചുമ്മാ കൊണ്ടുപോയി തുണി വാഷ് ചെയ്ത് മടക്കി ഒരു കവറിലാക്കി വെക്കണം. ചുമ്മാ കൊണ്ടുപോയി കളയരുത്, ഇഴജന്തുക്കൾ ഇഴയരുത് എന്നൊക്കെ പണ്ടത്തെ കൺസെപ്റ്റ് ഉണ്ട്. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ വിശ്വസിച്ച് പോകുന്നത് നല്ലതാണെന്നുള്ള ഇതാണ്. അതായത് ഇങ്ങനെ നിങ്ങൾ കവർ ചെയ്ത് കളയുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ മാളുകളിലൊക്കെ ചുമ്മാ ഇങ്ങനെ വലിച്ചെറിയാതെ അവരത് കൊണ്ടുപോയി ചിലപ്പോൾ കത്തിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും പറമ്പിൽ വലിച്ചെറിയുണ്ടാവാം. നമ്മളുടെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇഴജന്തുക്കളൊക്കെ ഇഴഞ്ഞ് നമുക്ക് അതിൻ്റെതായ ദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ അലർജികളൊക്കെ വരും എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. അങ്ങനെ വരുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കളയുന്നതാണ്. ഇത്തിരി സമയമല്ലേ ഉള്ളൂ, ഇത്ര ധൃതി പിടിക്കാനൊന്നുമില്ല. അടുത്ത പാഡ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു കവർ ഉണ്ടാവും, ഈ പാഡ് ഊരിയിട്ട് അതിൽ കവർ ചെയ്യുക, കളയുക. അപ്പോൾ ഇങ്ങനത്തെ ഈ വിസ്പറിൻ്റെ പാഡുകൾ മേടിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്കിൻ അലർജീസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ഇച്ചിരി വില കൂടുതലാണ് മറ്റുള്ള പാഡുകളെക്കാളുമെങ്കിലും ഇതാണ് നല്ലത്. പിന്നെ മുമ്പൊക്കെ നടന്നിരിക്കുന്നൊരു കോമഡികളൊക്കെ ഉണ്ട്. അതായത് ഈ പാഡൊക്കെ തിരിച്ചൊട്ടിച്ച, അതായത് പാഡുകളൊക്കെ ഇറങ്ങി ഭയങ്കര ട്രെൻഡാവണ സമയത്ത് പാഡ് ഒന്ന് തിരിച്ചൊട്ടിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള കോമഡികളൊക്കെ പണ്ട് നടന്നതുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുകൂടാതെ പുരുഷന്മാര് ഈ തംബ്നെയിൽ പറഞ്ഞ പോലെ പുരുഷന്മാരൊന്ന് ചിന്തിക്കണം. എൻ്റെ വൈഫിന് പറ്റാതിരിക്കുമ്പോൾ എനിക്കിതൊക്കെ അറിയാമായിരുന്നോ എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ പറയണം. സാറാമ്മ എനിക്കിത് അറിയില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് പറയണം. കേട്ടല്ലോ? പിന്നെ പറയാനുള്ളത്, നമ്മൾ സ്വകാര്യ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഈ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഷേവിങ് സെറ്റിൽ ഉപയോഗിക്കുന്ന ആളോടാണ് കേട്ടോ. ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് ചില ക്രീംസ് ഉപയോഗിക്കാറുണ്ട്, ചില സമയത്ത് ഷേവിങ് സെറ്റ്. അപ്പോൾ ഷേവിങ് സെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ട്. ലേഡീസാണ്, വിമൻസിൻ്റെ ആണ്. അപ്പോൾ അതിൽ നമുക്ക് അലർജി ഒന്നും ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.
കുഞ്ഞി കുട്ടികൾ, അതായത് ഒരു 10-12 വയസ്സാകുമ്പോൾ തന്നെ പീരീഡ്സ് ഒക്കെ ആവുന്നുണ്ട്, അപ്പൊ തന്നെ ഇവർക്ക് രോമ വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ഈ പിങ്ക് കളറുള്ള ഷേവിംഗ് സെറ്റോ അല്ലെങ്കിൽ ബ്ലൂ കളറുള്ള ഷേവിംഗ് സെറ്റ് ഒക്കെ ഉപയോഗിക്കുക. അല്ല ക്രീംസ് ആണ് നിങ്ങൾ ആദ്യം തുടങ്ങുകയെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതും ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നിട്ട് അതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പേഴ്സണൽ ഹൈജീൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ പാഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ബ്ലീഡിങ് ഉണ്ടായാലും ഇല്ലെങ്കിലും മാക്സിമം 2 മണിക്കൂർ, മാക്സിമം വീട്ടിലാണെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ മാറ്റിക്കോളാം ഞാൻ പറയത്തുള്ളൂ. പാഡിന്റെ വിലയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം. മാക്സിമം 2 മണിക്കൂർ ആവുമ്പോഴേക്കും ഇത് മാറ്റണം. കാരണം ബ്ലഡ് വന്നില്ലെങ്കിൽ, ഓരോ തുള്ളി ബ്ലഡാണ് വരുന്നതെങ്കിൽ പോലും അവിടെ ഇരുന്ന് ഈ വയർപ്പാവ് ആയി നമുക്ക് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ ചൊറിയന്മാർക്ക് സ്വാഗതം. ചൊറിയന്മാർ, ഞാനൊരു ബ്രായുടെ സൈസ് നോക്കുന്നൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തരെ വന്ന ചൊറിയന്മാരുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. അമ്മയും പെങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്നെങ്കിലൊക്കെ അവർക്ക് ആരോഗ്യമില്ലാതെ ആവുമ്പോൾ ഈ കെട്ടിയവന്മാർക്ക് മാത്രമല്ല കേട്ടോ, ആങ്ങളമാര്, എത്രയോ പെങ്ങന്മാരെ, സുഖമില്ലാതിരിക്കുന്ന പെങ്ങന്മാര് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചെറുക്കന്മാരുണ്ടെന്നറിയോ. അതൊന്നും എല്ലാ ആൺകുട്ടികളും ഇത് പഠിച്ചിരിക്കണം. ഇതിങ്ങനെയാണ് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പഠിക്കണം, നല്ലതാണ്. അതുകൂടാതെ നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ ബാത്റൂമിൽ ഒരു ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ധൃതി പിടിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടുന്നവരുണ്ട്. പക്ഷെ ഇടുന്നവർ ശ്രദ്ധിക്കുക, അവിടെ കൊണ്ടുപോയി വല്ല വേസ്റ്റിലോ വല്ലയിടത്തും കളയാതെ എവിടെയെങ്കിലും കത്തിച്ച് കളയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കത്തി തീരുന്നുണ്ടോ നോക്കുക. പണ്ടത്തെ ആൾക്കാർ പറയുന്നതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇത് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. പിന്നെ പണ്ടത്തെ പോലെയൊക്കെ തന്നെ തുണിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇന്നത്തെ ജീവിതശൈലിയിൽ അതൊക്കെ ഒരു ഇച്ചിരി സ്ഥലക്കുറവുകളും പണ്ടത്തെ പോലെ പുറത്തിട്ട് ഉണക്കാനോ അതിനുള്ള സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ തുണി ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.